ഏറ്റവും ആഘോഷമുള്ള സമയമാണ് പല സ്ഥലത്തും. മോള് എപ്പോഴെങ്കിലും മോൾക്ക് കിട്ടിയ വിഷു കൈനീട്ടം ഏറ്റവും ഇഷ്ടം തോന്നിയ സന്തോഷം തോന്നിയ വിഷു കൈനീട്ടം വല്ലതും ഉണ്ടോ? ഓരോ കൈനീട്ടവും ചിലപ്പം ഗിഫ്റ്റൊക്കെ കിട്ടും, അതൊക്കെ എല്ലാവരും തരുന്നതിൽ ഒത്തിരി സന്തോഷം. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും സ്പെഷ്യൽ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തോന്നിയത് കഴിഞ്ഞ വിഷു സമയത്ത് ഒരു അങ്കിൾ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. വയനാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആ അങ്കിള് വന്നിട്ട് ആകെ പറഞ്ഞത് വിഷു കൈനീട്ടമായിട്ട് തന്നതൊരു ബുക്കും ഒരു പേനയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നന്നായിട്ട് എഴുതി പഠിക്കുക, അപ്പോൾ എഴുതി നമുക്ക് വായനയിലൂടെയും നന്നായിട്ട് അറിവ് കിട്ടും. അങ്കിളുടെ അടുത്ത് അങ്കിൾ ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ കയറിയാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞ് അങ്കിള് എന്നെ കാണുന്ന മാളികപ്പുറം കണ്ടതിന് ശേഷം ആ സിനിമ അല്ലെങ്കിൽ ആ റോൾ ഒത്തിരി ഇഷ്ടമായതിന് ശേഷം അങ്കിള് വന്നതാണ്. അപ്പോൾ അങ്കിളിന് എന്നെ ഒരു സ്വന്തം മോളെ അല്ലെങ്കിൽ കൊച്ചുമോളെ പോലെ കണ്ടിട്ട് എനിക്ക് ആ ഒരു ഗിഫ്റ്റ് തരാൻ വന്ന. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്നെ ഓർത്ത ഒരാൾ അത്രയും ദൂരത്തുനിന്ന് വന്നപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. മോള് മാളികപ്പുറം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് വ്രതമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്കിപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു അഭിനയമാണ്. പക്ഷേ എങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെയും ആ ഒരു ആചാരത്തെയും ഒക്കെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ എല്ലാവരും ചെയ്യാറില്ല. അപ്പോൾ മോൾക്ക് അത്തരം കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ജ്യോതിഷം എൻ്റെ മേഖലയാണല്ലോ, അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിശ്വാസമുണ്ടോ? ഇപ്പോൾ എല്ലാ ദിവസവും സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പം ജാതകം നോക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് രാഹുകാലത്ത് അഭിനയിക്കാൻ പറ്റത്തില്ല എന്ന് പറയാനും പറ്റില്ലല്ലോ. എങ്കിലും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ മോളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? മാളികപ്പുറത്തിന് ഞാൻ വ്രതം എടുത്തിരുന്നു. ഞാൻ വ്രതം എടുത്തത് ഇപ്പം എനിക്ക് ഈ സിനിമ വന്ന് ആ ഒരു ഓഡിഷൻ കഴിഞ്ഞ് അന്ന് ഇത് ശബരിമലയെ വെച്ച് ചെയ്യുന്നൊരു മൂവിയാണ്. മല ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ ആ ഒരു റോള് കിട്ടിയതിന് ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം ഒത്തിരി ഒരു 6 വർഷത്തോളം നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഒരു മൂവി, അത്രയും ഒരു മെയിൻ റോളുള്ളൊരു മൂവി കിട്ടുന്നത്. അപ്പോൾ ആ മൂവി കിട്ടിയപ്പോൾ അതും ഭഗവാന്റെ നടയിൽ ചെന്ന് നമ്മൾ അഭിനയിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഭഗവാനെ അത്രയും പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയുടെ റോള് ചെയ്യുമ്പോൾ നമ്മളും ആ ഒരു അത്രയും നമ്മളും ഡെഡിക്കേഷനും ഡിവോഷനും കാണിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും എപ്പോഴും നമ്മൾ മനസ്സിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ദൈവമാണ് അയ്യപ്പസ്വാമി. പക്ഷെ കല്ലു എന്ന് പറയുമ്പോൾ കല്ലൂന് ഊണിലും ഉറക്കത്തിലും കല്ലു അയ്യപ്പനെയാണ് ഓർക്കുന്നത്. അപ്പം ഞാനും അച്ഛനും അമ്മയും തീരുമാനിച്ചു നമ്മൾ ആ സിനിമ കിട്ടി അന്ന് തൊട്ട് വ്രതം എടുത്ത് സിനിമ തീരുന്ന അന്നാണ് വ്രതം മുറിച്ചത്. അപ്പോൾ ഒരു 75 ദിവസത്തോളം നമ്മൾ ഫുൾ വെജായിരുന്നു. കാരണം അത് നമുക്ക് ആ ഒരു സിനിമയോടുള്ളൊരു ഡെഡിക്കേഷൻ, ഒരു കടപ്പാടാണ്. കാരണം ഭഗവാൻ ഇത്രയും നല്ലൊരു സിനിമ തരുമ്പോൾ നമ്മൾ അതിനൊരു നന്ദി, അല്ലെങ്കിൽ നമ്മൾ അതിനോടുള്ളൊരു ഡെഡിക്കേഷൻ കാണിക്കുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അത് കാണിക്കാൻ പറ്റുന്നത്. സോ ദേവനന്ദ, ഞങ്ങൾക്കാണെങ്കിൽ പഠിച്ചിട്ടും ഞങ്ങളുടെ സിലബസും തീരുന്നില്ല. ഞങ്ങൾക്കൊരു തിരക്കില്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് പഠിക്കാൻ അത്രയും കഴിയുന്നില്ല. ഞങ്ങളുടെ സിലബസ് മൊത്തം കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ ഇത്രയും തിരക്കുണ്ടായിട്ടും ഇത്രയും സിനിമയിൽ ഷൂട്ടിംഗ് കൊണ്ട് അഭിനയിക്കുക, അത്ര ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ പഠിത്ത കാര്യങ്ങളൊക്കെ പോകുന്നത്? അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പം ഇത്രയും സെലിബ്രിറ്റി ആയതുകൊണ്ടും ഒക്കെ തന്നെ ക്ലാസ്സിലെ കുട്ടികളായാലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയാലും അങ്ങനത്തെ അവരുടെ ട്രീറ്റ്മെൻറ്റും അവർ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? അമ്മയാണ് കൂടുതലും എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഞാൻ ഇപ്പോൾ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ നോട്ട്സ് എഴുതി തീർക്കും. എന്നിട്ട് പറ്റുമ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുമല്ലോ നമുക്ക്, ഇടയ്ക്ക് ഓരോ ഷോർട്സിൻ്റെ ഇടയ്ക്ക് കിട്ടുമ്പോഴൊക്കെ പോയി ഇരുന്ന് നോട്ട്സ് വായിച്ച് പഠിക്കും. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഈ നോട്ട്സ് അയച്ചാൽ അല്ലെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തരും. പിന്നെ തിരിച്ച് ഷൂട്ട് കഴിഞ്ഞ് വന്ന് ഇരുന്ന് കുറച്ച് ദിവസം ബാക്കി ഒന്നും നോക്കാതെ ഇരുന്ന് കുറച്ച് ദിവസം സ്റ്റഡീസ് മാത്രമായിരിക്കും ഫോക്കസ്. അങ്ങനെയാണ് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്യാറ്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ ചോദിക്കാനുള്ള ഫ്രീഡം തരും. കാരണം എല്ലാവർക്കും, അത് സ്കൂളിൽ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ബ്രേക്കിന് പോയിട്ട്, ഇപ്പം പോകുന്ന ദിവസം ബ്രേക്കിന് പോയിട്ട് ചോദിക്കാം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇങ്ങനെ സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല. നമ്മൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കയറിയ എല്ലാവരും അവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ്. എല്ലാവരെയും ഈക്വലി ആണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ടീച്ചേഴ്സ് എല്ലാവരും മൂവി കാണാറുണ്ട്, അവർ അഭിപ്രായം അറിയിക്കാറുണ്ട്. ഭാവിയിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുവാണെങ്കിൽ ആരെയായിരിക്കും നായകനായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു സംവിധായക ആകാനുള്ളൊരു പ്ലാനിലല്ല. കാരണം ഞാൻ ഈ മൂവി ഫീൽഡിലേക്ക് വരുന്നത് എനിക്ക് അഭിനയിക്കാനുള്ളൊരു ഇഷ്ടം ആയതുകൊണ്ടാണ്. അതിൻ്റെ ഒരു പാഷനായിട്ട് കണ്ട് എനിക്ക് ആ ഒരു അഭിനയത്തിൽ എനിക്ക് സന്തോഷം കണ്ടെത്താം. അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് അഭിനയം. അപ്പോൾ ഞാൻ ഇതുവരെ സംവിധാനത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. കാരണം നമ്മൾ ഡയറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആക്ടിങ് മാത്രമല്ല, നമ്മൾ വേറെ കുറേ ഫീൽഡ്സ് ഓഫ് മൂവി നമ്മൾ പോയി പഠിക്കണം. അപ്പോൾ ഇപ്പം എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആക്ടിങ്, പഠിത്തം. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പം മൂവി മാത്രമായിരിക്കത്തില്ല, അഭിനയം കൂടെ എന്തായാലും കൊണ്ടുപോകും. പക്ഷെ നമ്മൾ വേറൊരു ജോബ് എന്തായാലും നോക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു
എനിക്ക് IAS ഓഫീസർ ആകണം എന്നാണ് ആഗ്രഹം. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ആഗ്രഹമായിരുന്നു മൂവിയിൽ ചേരുക. അപ്പം മൂവിയിലിപ്പോൾ കയറാൻ പറ്റി, മൂവീസിൽ അഭിനയിക്കാൻ പറ്റി. എപ്പോഴും ആഗ്രഹങ്ങൾ നടക്കണം എന്നില്ല, ചിലത് നടക്കും, നമ്മളതിനെ ട്രൈ ചെയ്യുക. അപ്പം അങ്ങനത്തെ ഒരു ആഗ്രഹമാണ് എനിക്കൊരു IAS ഓഫീസർ ആകണമെന്ന്. നമുക്കറിയില്ല അത് നടക്കുമല്ലോ എന്ന്, പക്ഷേ ട്രൈ ചെയ്യുക, അതാണ് എൻ്റെ ഒരു മെയിൻ ലക്ഷ്യം. ശരിക്കും ഈ ഇപ്പം മോള് നേരത്തെ പറഞ്ഞു ഞാൻ പ്രീ പ്ലാൻ ചെയ്തിട്ടല്ല എന്ന് പറയുന്നത്. നമ്മളിവിടെ ചില ചോദ്യങ്ങൾ ഇപ്പോൾ ഇവരെന്നോട് ചോദിച്ചാണെങ്കിലും ചോദിക്കാൻ പോകുന്നതാണെങ്കിലും മോള് ചോദിക്കാൻ പോകുന്നതിൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചിലപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ സംവിധായിക ആയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം മോളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചോദ്യം അല്ല. കാരണം ഞാനതിൽ സാക്ഷിയാണ്. പെട്ടെന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, അതിന് മോള് കൃത്യമായിട്ടൊരു ഉത്തരം പറയുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ചിലപ്പം നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടാണെന്ന് പറയുന്നവരും ഉണ്ടാകാം. ഒരൊറ്റ കാര്യം കൂടെ ചോദിക്കുകയാണ്, ഈ മോള് പറഞ്ഞില്ലേ പോസിറ്റീവായിട്ട് ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന്. നെഗറ്റീവായിട്ട് അങ്ങനെ കാണുകയും പറയുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ മോള് വായിക്കുകയോ കമൻസ് വായിക്കുകയോ അങ്ങനെ ആരെങ്കിലും പറയുകയോ ചെയ്യുമ്പോൾ അതിൽ വിഷമം തോന്നാറുണ്ട്? ഈ പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസും ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെ. ഒരു കോയിൻ ഉണ്ടെങ്കിൽ അതിന് രണ്ട് സൈഡ് ഉണ്ടാവും. ഞാൻ എന്ത് പറഞ്ഞാലും അതിന് രണ്ട് സൈഡ് ഉണ്ടാവും. ചിലവർക്ക് അത് ഇഷ്ടമാകും, ചിലവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ചിലവർക്ക് അത് റിലേറ്റ് ചെയ്യാത്തതുകൊണ്ട് അത് ഇഷ്ടമാകാത്തവരും ഉണ്ട്. ഇതിൽ ഞാൻ കൂടുതൽ പോസിറ്റീവ് സൈഡിൽ ഫോക്കസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു മെൻറ്റൽ വെൽബീയിങ്ങിന് നല്ലത്. പക്ഷേ ഞാൻ നെഗറ്റീവ് കമൻറ്റ്സ് ഇടയ്ക്ക് കാണാറുള്ളതാണ്. ഞാൻ അത് പറഞ്ഞിരുന്നു. കാരണം ആദ്യം എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന സമയം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എന്തെൻ്റെ വായിൽ നിന്ന് വന്നാലും എല്ലാവരും അപ്പോഴത്തേക്ക് വരും. രണ്ട് സൈഡ് ഉണ്ടാവും. ഈ പോസിറ്റീവ് പറയുന്നവർക്ക് ഒത്തിരി സന്തോഷം, കാരണം കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ കുറേ പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തുണ്ട്. ചിലവർ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, പക്ഷെ ചിലവർ മനഃപൂർവ്വം വന്ന് റിലേറ്റ് ചെയ്യാത്ത പോലെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് എന്ത് ഇങ്ങനെ, ആദ്യം ഇത്തിരി സങ്കടം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് എന്ത് വന്നാലും രണ്ട് സൈഡ് ഉണ്ടാകും, അതൊരു റിയാലിറ്റിയാണ്, നമ്മളതിനെ ഫേസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ കമൻസ് വായിക്കാൻ നിൽക്കാറില്ല. പറയേണ്ടവർ പറയും, പറയേണ്ടാത്തവർ പറയില്ല. നമ്മൾ അവർ പറയുന്ന റെസ്പെക്റ്റ് ചെയ്യുക. നമ്മൾ പറയുന്നത് നമുക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ ഉറച്ച് വിശ്വസിക്കുക. ഞാൻ അവരെ മോശമായിട്ട് അവരെക്കുറിച്ച് ഞാൻ തെറ്റോ അവരുടെ ഒരു കാര്യത്തിന് മോശമായിട്ടല്ല പറയുന്നത്. എന്നെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ എൻ്റേതായ രീതിയിൽ ഉത്തരം പറയുന്നു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാനത് മാറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റി പറയാൻ അപ്പം റെഡിയാണ്. കാരണം ആർക്കെങ്കിലും സങ്കടം ഉണ്ടാക്കി അതെന്തായാലും നമ്മൾ മാറ്റി പറയണം. പക്ഷേ ഇപ്പം എനിക്കറിയാം നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, രണ്ട് സൈഡും എന്തായാലും വരും. പിന്നെ ഇതെന്തായാലും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞ പോലെ കാണുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടുന്നത്. ഇപ്പം ഞാൻ ധ്യാൻ ചേട്ടൻ്റെ കൂടെ ചെയ്ത മൂവിയാണ് കല്യാണമരം.